സംസ്ഥാന ബജറ്റിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിന് നല്ല പരിഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പറഞ്ഞു. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് തുക ആവശ്യമാണ്. അത് ലഭിക്കുമെന്ന് കരുതുന്നു. ലൈബ്രറികളുടെ ആധുനികവൽക്കരണം, പുതിയതായി സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവയെല്ലാം പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. എന്തായാലും കേന്ദ്ര ബജറ്റ് പോലെ ആയിരിക്കത്തില്ല സംസ്ഥാന ബജറ്റ്. ഇതുവരെ ഞാൻ 2016 മുതൽ വന്ന സമയം മുതൽ നമുക്ക് ചോദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, അതായത് എല്ലാ MLA-മാർക്കും ഒരുപോലെയാണ് തരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. പലതവണയായി ചെയ്ത പല വർക്കുകളും നമ്മുടെ ബജറ്റിൻ്റെ ഭാഗമായിട്ട് വന്നാണ് പല വർക്കുകളും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. ഏത് വർക്ക് മണ്ഡലത്തിൽ ചെയ്യുമ്പോഴും അതെല്ലാം ബജറ്റിൻ്റെ ഭാഗമായിട്ട് വരണം. ഇത്തവണ നമ്മൾ സംസ്ഥാന ബജറ്റിൽ നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ നവീകരണം വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും നൂറുകണക്ക് റോഡുകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും വീണ്ടും പഴയ റോഡുകൾ പൊട്ടി വരുന്നതും ഒക്കെ അടക്കം വീണ്ടും നമുക്ക് ധാരാളം പ്രപ്പോസലാണ്. അതുകൊണ്ട് ഗ്രാമീണ റോഡുകളുടെ നവീകരണമാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടിയാൽ എല്ലാ 6 പഞ്ചായത്തിനെയും നഗരസഭയെ എനിക്ക് കുറേ സഹായിക്കാൻ കഴിയും. മറ്റൊന്ന്, നമ്മുടെ ലൈബ്രറികൾ ഹൈടെക് ആക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു ലൈബ്രറി എങ്കിലും ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഭാഗമാക്കാൻ, ആധുനിക കാലഘട്ടത്തോടൊപ്പം സഞ്ചരിക്കാനായിട്ടുള്ളൊരു വിഷൻ പദ്ധതിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സ്കൂളുകൾ, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ധാരാളം പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ അതിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമുക്കുള്ളത് കിട്ടും. ഒരു സംശയമില്ല. പ്രതീക്ഷയോടാണ് പോകുന്നത്.